അപകടഘട്ടങ്ങളെ മറികടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളിലെ യഥാർത്ഥ ഹീറോകൾ. This news is brought to you by RJ Gold JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ. അപകടഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ യഥാർത്ഥ ഹീറോകളായ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരായ ഇവർ. സിവിൽ ഡിഫൻസ്, ആപത് മിത്ര എന്നിവരടങ്ങുന്ന ഇവരുടെ ജീവൻ കയ്യിലെടുത്തുള്ള രക്ഷാപ്രവർത്തനം. അഗ്നിരക്ഷാസേനയുടെ കീഴിൽ 14 ദിവസത്തെ ജില്ലാ സംസ്ഥാനതല പരിശീലനങ്ങൾ പൂർത്തിയാക്കിയാണ് ഇവർ ഇത്തരം ഘട്ടങ്ങളിൽ സേവനത്തിന് ഇറങ്ങുന്നത്. വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, കൊടുങ്കാറ്റ്, കിണറിലെ അപകടങ്ങൾ, മരങ്ങൾ മറിഞ്ഞു വീഴുക, തീപിടുത്തം, കോവിഡ് പോലുള്ള മഹാമാരികൾ എന്നിവയിലെല്ലാം രക്ഷാപ്രവർത്തകരായി ഇവരുണ്ടാകും. ആപത്ഘട്ടങ്ങളിൽ വിവരമറിഞ്ഞാൽ സർവ്വസന്നാഹവുമായി സ്വന്തം ചെലവിൽ ഓടിയെത്തുന്ന ഇവർക്ക് യാതൊരു പ്രതിഫലവും പെട്രോൾ ചെലവ് പോലും ലഭിക്കില്ല എന്നത് ആരും അറിയുന്നില്ല. രക്ഷാപ്രവർത്തനത്തിനിടെ അപകടം പറ്റിയാൽ അതും സഹിക്കണം. ചിലപ്പോൾ ഭക്ഷണം പോലും കിട്ടിയാലായി എന്ന സ്ഥിതിയുമുണ്ട്. ഇല്ലെങ്കിൽ അതും സ്വന്തം ചെലവിൽ കഴിക്കണം. യൂണിഫോം, ഗംബൂട്ട്, ലൈഫ് ജാക്കറ്റ് എന്നിങ്ങനെ സുരക്ഷാ ഉപകരണങ്ങൾ സർക്കാർ നൽകുമെങ്കിലും ദിവസവേതനത്തിന് പോലും ഇവർക്ക് പരിഗണനയില്ല. മലയോരത്തുണ്ടായ ചെറുപുഴയിലെ പ്രളയ ദുരിതത്തിൽപ്പെട്ടവർക്ക് സഹായമായി ആത്മാർത്ഥതയുടെ ആൾരൂപങ്ങളായ ഇവർ നിതീഷ് പ്രാപ്പൊയിൽ, പ്രശാന്ത് കൊല്ലാട, NV രഞ്ജിത്ത്, സാലു പെരുന്തടം, പ്രശോഭ് കൈപ്രത്ത്, സതീഷ് പ്രാപ്പൊയിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് 20 അംഗ സിവിൽ ഡിഫൻസ് ടീമംഗങ്ങൾ മാതൃകാപരമായ തിരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തി എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയത്. ജോസുഗിരി, രാജഗിരി പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ മീന്തുള്ളി പുഴയിൽ കാണാതായ രാജേഷിന് വേണ്ടിയുള്ള തിരച്ചിൽ കഴിഞ്ഞ 4 ദിവസമായി ഫയർഫോഴ്സും അതുപോലെ തന്നെ സിവിൽ ഡിഫൻസും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ചേർന്ന്, നാട്ടുകാരും ചേർന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്. നമുക്ക് നല്ല രീതിയിൽ പ്രോത്സാഹനം തന്ന പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായ സുധീഷ് സാറ്, മറ്റ് അംഗങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഈ പ്രാദേശിക സ്ഥലങ്ങളിലൊരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫയർഫോഴ്സിന് വിവരം അറിയിക്കും. വിവരം അറിയിച്ചാൽ തന്നെ അവരോട് കൂടെ നമ്മൾ പ്രവർത്തിക്കാൻ സജ്ജമായി നമ്മളെല്ലാവരും രംഗത്തിറങ്ങും. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഈ ഉരുൾപൊട്ടലിൽ നമ്മളെ നല്ല രീതിയിൽ നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഫയർഫോഴ്സിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എങ്കിലും സുധീഷ് സാറ് അതുപോലെ തന്നെ ആ സ്റ്റേഷൻ ഓഫീസർമാരായ കുറേ ആളുകൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടും പിന്തുണയും ധൈര്യവും തന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സിവിൽ ഡിഫൻസ് അംഗങ്ങളുണ്ട്, പ്രശാന്തിൻ്റെ സേവനം വളരെ മെച്ചപ്പെട്ടതാണ്. കാരണം എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടുന്ന ഒരാളാണ് പ്രശാന്ത്. അദ്ദേഹം സിവിൽ ഡിഫൻസിൻ്റെ ഭാഗമാണ്. ആപത് മിത്രയും അതിലും അദ്ദേഹം ഉണ്ട്. ശനിയാഴ്ച ഉച്ചയോടെ ആരംഭിച്ച രക്ഷാപ്രവർത്തനവും തിരച്ചിലും ചൊവ്വാഴ്ച 12 മണിയോടെയാണ് അവസാനിച്ചത്. ശനിയാഴ്ച രക്ഷാപ്രവർത്തനത്തിനിടെ കോലുവിളിയിൽ കുടുങ്ങിയ തിരുമേനി സ്വദേശികളായ 10 കുട്ടികളെയും പരിശീലകനെയും ഏറെ ബുദ്ധിമുട്ട് സഹിച്ച് വീട്ടിലെത്തിച്ചതും ഇവരായിരുന്നു. കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുക്കാൻ പുളിങ്ങോത്ത് പോയി തിരിച്ചു വരുന്നതിനിടയിലാണ് ഇവർ കോലുവിളിയിൽ കുടുങ്ങിയത്. രാത്രിയിൽ വഴിയിൽ കുടുങ്ങിയ ബാംഗ്ലൂർ സ്വദേശികളായ 2 പെൺകുട്ടികൾക്കും ഒരു ആൺകുട്ടിക്കും ഇവർ തുണയായി. കുത്തൊഴുകുന്ന പുഴയ്ക്ക് ഇരുവശവും പൊങ്ങിയ വെള്ളക്കെട്ടിനും ഇടയിൽ ഇരുചക്രവാഹനവുമായി ഇവർ പകച്ചു നിൽക്കുമ്പോഴാണ് രക്ഷപ്പെടുത്തിയത്. കുലംകുത്തിയൊഴുകുന്ന കാര്യംകൂട് പുഴയിലും കർണാടക വനത്തിലും രാജേഷിനായി ഇവർ തിരച്ചിൽ നടത്തിയപ്പോൾ വനത്തിലെ തിരച്ചിലിൽ ശരീരത്തിലാകമാനം അട്ടയുടെ കടിയേറ്റതും മുള്ളുകൾ കൊണ്ട് മുറിവേറ്റതും സഹിക്കേണ്ടി വന്നു. ഏത് സമയവും ഉണ്ടാകുന്ന കാട്ടാനയുടെ ആക്രമണത്തെ ഭയന്നും കനത്ത മഴയെയും പ്രതികൂല കാലാവസ്ഥയെയും തോൽപ്പിച്ചായിരുന്നു ഇവരുടെ തിരച്ചിൽ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചത്. അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഈ സിവിൽ ഡിഫൻസിൻ്റെ അതുപോലെ തന്നെ ആപത് മിത്രേൻ്റെ സേവനം ലഭ്യമാണ്. അത് ഏത് രീതിയിൽ പറഞ്ഞാലും എല്ലാ തരത്തിലും, ഇപ്പം ചൂരൽമല ഉരുൾപൊട്ടലിൽ നമ്മൾ കൃത്യമായിട്ട് ഇവിടുന്ന് 2-3 ബാച്ച് പെരിങ്ങോത്തിൻ്റെ ഭാഗമായി 2-3 ബാച്ച് പോയിട്ടാണ് ആടെ 5 ദിവസം ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒഴുക്കിൽപ്പെട്ട രാജേഷിന് വേണ്ടിയുള്ള തിരച്ചിൽ നമ്മളൊരു 4 ദിവസം നടത്തി. ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ജീവനോടെ കണ്ടെത്താൻ ഉള്ളൊരു തയ്യാറെടുപ്പിലാണ് നമ്മൾ സേനാംഗങ്ങളിലേക്കും ഒരാഗ്രഹം ഉണ്ടായത്. പക്ഷേ ഒടുവിൽ ഇന്ന് എടവരമ്പിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുഭവം തന്നെയാണ്. കാരണം ഫോറസ്റ്റിൻ്റെ സൈഡിലൂടെ ഒരു 3-3.5 കിലോമീറ്ററാണ് നമ്മൾ സൈഡിലൂടെ യാത്ര ചെയ്തത്. ദുർഘടമായ വഴികളും അതുപോലെ തന്നെ ഇഞ്ചക്കാടുകളും അതിൻ്റെ മുകളിലേക്കൂടെയൊക്കെ കയറി അതിൻ്റെ ഉള്ളിലേക്കൂടി കയറി ഇറങ്ങിയൊക്കെയാണ് നമ്മുടെ രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ നടത്താൻ സാധിച്ചത്. ഇന്നിപ്പോൾ
ഇടവരമ്പിൻ്റെ ആ ഒരു തുരുത്തിൽ രാജേഷിൻ്റെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്. ഒരു ഓടയിൽ കുടുങ്ങിയ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉണ്ടായത്. ആ മൃതദേഹം എടുത്ത ഒരാളാണ് ഞാൻ. കാരണം അതിപ്പം മനസ്സിൽ നിന്ന് വിട്ടുമാറുന്നില്ല ആ ഒരു മുഖം. കഴിഞ്ഞ 4 വർഷത്തോളമായി ഈ സിവിൽ ഡിഫൻസിൽ അംഗമായിട്ട് ഇനി അങ്ങോട്ടും നാടിന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആപത്ഘട്ടങ്ങളിൽ വിളിക്കാൻ സജ്ജമായ രീതിയിൽ നമ്മൾ നാടിന് വേണ്ടി ഉണ്ടാവും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കല്ലിലും മുള്ളിലും ഈറ്റയിലും വരിഞ്ഞാണ് ശരീരത്തിൽ മുറിവേൽക്കുന്നത്. കൂടെ കരുതുന്ന മൊബൈൽ ഫോണും നനഞ്ഞ് കേടായാലും നഷ്ടം സഹിക്കണം. കൂലിപ്പണിക്കാരായ ഇവർ പലപ്പോഴും ജോലി ഉപേക്ഷിച്ചാണ് സ്വന്തം ചെലവിൽ രക്ഷാപ്രവർത്തനത്തിൽ ദൗത്യത്തിനിറങ്ങുക. അഗ്നിരക്ഷാ സേനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഇവർക്ക് സേനാംഗങ്ങൾ എല്ലാ പ്രോത്സാഹനവും നൽകുന്നതാണ് ആശ്വാസം. പെരിങ്ങോം ഫയർ സ്റ്റേഷനിലെ ജീവനക്കാരും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും കൂടി ഇന്ന് രാവിലെ ഏകദേശം 9 മണി മുതൽ നമ്മൾ ഈ രാജേഷ് മിസ്സായ പുഴയുടെ ഇരു കരകളിലും 2 ടീമായി തിരിച്ച് സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കനത്ത മഴയും പ്രതികൂല സാഹചര്യമാണെങ്കിൽ കൂടി നമ്മൾ ഫയർഫോഴ്സ് ജീവനക്കാരും വളണ്ടിയർമാരും കൂടിയിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഈ കൊല്ലാട പാലത്തിൻ്റെ പുറകിലുള്ള തുരുത്തിൽ അതുപോലെ പുഴയുടെ ഈ ചെറുപുഴ മുതൽ ഇങ്ങോട്ടുള്ള ഇരു കരകളിലും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറുപുഴ മുതൽ കഴിഞ്ഞ വർഷം വയനാട് ചൂരൽമല വരെ ഇവരുടെ സേവനമെത്തിയിട്ടുണ്ട്. ജോലി ചെയ്യുന്ന ദിവസത്തെ വേതനമെങ്കിലും ഇവർക്ക് നൽകുക എന്നത് സർക്കാർ പരിഗണിക്കേണ്ട അത്യാവശ്യ വിഷയമാണ് എന്നാണ് പൊതുപ്രവർത്തകർ ആവശ്യപ്പെടുന്ന കാര്യം. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര RJ ഗോൾഡ് ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ, മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി, മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം RJ ഗോൾഡ് JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ.